ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ട് ഒരാഴ്ചയാകുന്നു. അന്നുച്ചയ്ക്ക് മുറിക്കുള്ളിൽ നിശബ്ദമായ തൻ്റെ തയ്യൽ പണികൾ മുഴുകിയിരിക്കുകയായിരുന്നു നീലിമ. ഹോസ്പിറ്റലിൽ കിടന്ന ദിവസങ്ങൾ ബാക്കിയായി പോയ പണികളെല്ലാം തീർക്കാനുള്ള തിരക്കിലായിരുന്നു അവൾ. മുറിയുടെ ഒരു മൂലയിൽ അരുണും അവൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ വാതിലേക്കും ജനലിലേക്കും നീളുന്നുണ്ട്. അവസാനം ക്ഷമ നശിച്ചതും അവൻ പുസ്തകം അടച്ചു വെച്ചു. അമ്മേ, തയ്യലിൽ നിന്ന് കണ്ണെടുക്കാതെ നീലിമ അത് കേട്ട് മൂളി. എന്താടാ അമ്മേ, അച്ഛൻ എന്താ ഇത്ര നേരമായിട്ടും വരാത്തത്? അച്ഛൻ എന്ന ആ ഒരൊറ്റ വാക്ക് കേട്ടതും നീലിമയുടെ വിരലുകൾ താനെ നിശ്ചലമായി പോയി. അരുൺ ആരെയാണ് അച്ഛൻ എന്ന് വിളിച്ചതെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ജഗനെ. മുഖത്തേക്ക് പടർന്ന അസഹിഷ്ണുതയോടെ അവൾ അരുണിനെ നോക്കി. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അരുണെ? അവളുടെ സ്വരത്തിലെ കടുപ്പം കേട്ട് കുഞ്ഞൊന്ന് അമ്പരന്നു. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജഗൻ നിന്റെ അച്ഛനല്ലെന്ന്. നിനക്കറിയില്ലേ നിന്റെ അച്ഛനെ? അരുണൊന്നും മിണ്ടാതെ അവളെ നോക്കി. നീ അയാളെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. നീലിമയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. പക്ഷെ അച്ഛനെന്ന് മാത്രം വിളിക്കരുത് നീ. അതുമാത്രം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അരുണിൻ്റെ കുഞ്ഞുമുഖത്ത് ആശയക്കുഴപ്പം നിറഞ്ഞു നിന്നു. പക്ഷെ ജഗൻ, അച്ഛനെ ഞാൻ അച്ഛ എന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? നിഷ്കളങ്കമായ ചോദ്യം കേട്ടതും നീലിമയുടെ മുഖം കൂടുതൽ കടുത്തുപോയി. തെറ്റാണ് അരുൺ. അവൾ ഓരോ വാക്കും ഊന്നി പറഞ്ഞു. വിളിക്കരുത് എന്ന് പറഞ്ഞാൽ വിളിക്കരുത്, അത്ര തന്നെ. കുഞ്ഞ് പതിയെ തല താഴ്ത്തി. അവൻ്റെ കണ്ണുകളിൽ നിരാശ നിറയുന്നത് കണ്ടിട്ടും നീലിമ അത് കണ്ടിട്ടില്ല എന്ന് തന്നെ നടിച്ചു. ഇപ്പോൾ എനിക്ക് ഇതൊന്നും കേൾക്കണ്ട. നീ നിന്റെ ഹോംവർക്ക് ചെയ്യാൻ നോക്ക് അരുൺ. അതും പറഞ്ഞ് അവൾ വീണ്ടും തയ്യൽ മെഷീനിലേക്ക് ശ്രദ്ധ തിരിച്ചു. പക്ഷെ സൂചിക്കൊപ്പം അവളുടെ മനസ്സ് മറ്റെവിടെയോ ഓടുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിരുന്നു. ബാങ്കിൽ നിന്ന് ലോൺ അനുമതി ലഭിച്ചിരുന്നു. ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന തൻ്റെ അടുത്ത കട എന്ന സ്വപ്നം ഇനി യഥാർത്ഥമാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു നീലിമ. അപ്പോൾ കടക്കുള്ള സ്ഥലം, സാധനങ്ങൾ, ഫർണിച്ചർ, ഓരോ കാര്യവും അവൾ ഓരോന്നായി നോക്കിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ അവൾക്കൊപ്പം രജനിയും സായന്തും എല്ലാ കാര്യങ്ങളും സഹായത്തിനായി നിന്നിരുന്നു. പിന്നെ ജഗനും നേരിട്ട് മുന്നിൽ നിൽക്കാതെ തൻ്റെ സാന്നിധ്യം പോലും അവൾക്ക് ബോധ്യപ്പെടുത്താത്ത രീതിയിൽ പല കാര്യങ്ങളും അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. നീലിമക്ക് അറിയാമായിരുന്നു താൻ എത്രത്തോളം എതിർത്താലും തൻ്റെ ജീവിതത്തിൻ്റെ ജഗൻ്റെ സാന്നിധ്യം പതിയെ വേരൂന്നിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ അവളുടെ മനസ്സിൽ അതിനെ അംഗീകരിക്കാൻ മാത്രം അവൾ ഇപ്പോഴും തയ്യാറായിരുന്നില്ല. നീലിമയുടെ ആ ചെറിയ സംരംഭം പതിയെ വളരുകയായിരുന്നു. ജോലിയുടെ തിരക്ക് കൂടിയതോടെ അവൾ കൂടുതൽ സ്ത്രീകളെ ജോലിക്കെടുത്തിരുന്നു. 2 പേർ ചേർന്ന് തുടങ്ങിയ ആ ഇടത്ത് ഇപ്പോൾ 8 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ചെറിയൊരു മുറിക്കുള്ളിൽ ഒതുങ്ങിയ ജോലി ഇന്ന് കൂടുതൽ വലിയ സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നീലിമ ദിവസം പുതിയ ഡിസൈനുകൾ, വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനായി കാത്തിരിക്കുന്നൊരു കൂട്ടം ആളുകൾ തന്നെ അവൾക്കുണ്ടായിരുന്നു. അടുത്തതേത് ഡിസൈനായിരിക്കും, അത് ആദ്യം ആർക്കാണ് കിട്ടുക എന്നൊക്കെയുള്ള ചെറിയ മത്സരങ്ങൾ പോലും അവരുടെ ഇടയിൽ പതിവായിരുന്നു. വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി മാറിയിട്ടില്ലെങ്കിലും സ്വന്തം കഴിവ് കൊണ്ട് നീലിമ ആളുകൾക്കിടയിൽ പതിയെ പരിചിതയായിരുന്നു. ഓരോ പുതിയ വീഡിയോയും അവളുടെ സ്വപ്നത്തിലേക്കുള്ള മറ്റൊരു ചുവടായിരുന്നു. ഓൺലൈൻ ഓർഡറുകൾ വന്നു തുടങ്ങിയതോടെ പാക്കിംഗ് ജോലികളും വർദ്ധിച്ചു. വന്ന ഓർഡറുകളും പരിശോധിച്ച് ഓരോന്നും ഭംഗിയായി പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാനുള്ള തിരക്കിലായിരുന്നു നീലിമയും രജനിയും സായന്തും. അവളുടെ ജീവിതത്തിൽ മറ്റൊരു മാറ്റവും നിശബ്ദമായി സംഭവിച്ചുകൊണ്ടേയിരുന്നു. ജഗൻ. ഒരു ദിവസം പോലും മുടങ്ങാതെ അവൻ അരുണിനെ കാണാനായി ദിയയോടൊപ്പം എത്തും. അത് വെറുമൊരു സന്ദർശനം മാത്രമായിരുന്നില്ല. അരുണിനൊപ്പം കഴിയുന്ന ഓരോ നിമിഷവും അവൻ പൂർണ്ണമായി ആസ്വദിച്ചിരുന്നു. അരുണിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അവൻ്റെ പഠനത്തെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ് അറിയാതെ തന്നെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തേക്ക് അവൻ നടന്നെടുക്കുകയായിരുന്നു. നീലിമ എത്ര ശക്തമായി ആ ബന്ധത്തെ നിഷേധിച്ചാലും അരുണിൻ്റെ മനസ്സിൽ ജഗൻ ആ സ്ഥാനം ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയിരുന്ന ഓരോ തവണയും നീലിമയുടെ ഉള്ളിൽ ഒരു വേദന ഉയർന്നു. കാരണം അവൾ എത്ര ശ്രമിച്ചാലും ചില ബന്ധങ്ങളെ വാക്കുകൾ കൊണ്ട് മാത്രം മായ്ച്ചു കളയാൻ പറ്റില്ലായിരുന്നു. അന്ന് ജഗൻ വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് സങ്കടഭാവത്തോടെ നിൽക്കുന്ന അരുണിനെ കണ്ടു. അവനെ കണ്ടതും ആ കുഞ്ഞുമുഖത്ത് പെട്ടെന്ന് സന്തോഷം നിറഞ്ഞു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അവൻ തുള്ളിച്ചാടി ജഗൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ആ കാഴ്ച കണ്ടതും നീലിമയുടെ ഉള്ളിൽ എന്തോ പിടഞ്ഞുപോയി. അരുണിനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവൾക്കൊരു നിമിഷം പോലും മനസ്സിലായില്ല. ജഗൻ അരുണിനെ വാരിയെടുത്ത് ചേർത്ത് പിടിച്ചു. എന്നാൽ നീലിമയെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ പതിയേറെ അത് രൂക്ഷതയായിരുന്നു. ഒന്നും മിണ്ടിയില്ല.
വെറുമൊരു നോട്ടം മാത്രം. പിന്നെ അരുണിനെയും കൂട്ടി അവിടെ നിന്ന് നടന്നു. ആ നോട്ടത്തിലർത്ഥം നീലിമയ്ക്ക് വ്യക്തമായിരുന്നു. കുഞ്ഞിനെപ്പോലും നീ ഇതിൽ നിന്ന് അകറ്റാൻ നോക്കണ്ട. ജഗൻ പോയതിന് പിന്നാലെ നീലിമ അരുണിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ആ സമയം. ഇങ്ങോട്ട് നോക്കരുൺ. അവളുടെ ശബ്ദം കേട്ടതും കുഞ്ഞു പതിയെ തിരിഞ്ഞു നോക്കി. എൻ്റെ ക്ഷമയെ ഒരു അതിരുണ്ട്. ഇനിമേൽ നീ ജഗനെ കാണാൻ പാടില്ല. അരുണിന്റെ മുഖത്ത് സന്തോഷം പതിയെ മങ്ങി. അദ്ദേഹത്തെ കണ്ടാലും അച്ഛ എന്ന് വിളിക്കാനും പാടില്ല. എന്തേ അമ്മ? കുഞ്ഞിന്റെ കണ്ണുകൾ വീണ്ടും ആശയക്കുഴപ്പം നിറഞ്ഞു. അച്ഛ എന്ന് വിളിച്ച എന്താ തെറ്റ്? നീലിമ ഒന്നും മിണ്ടിയില്ല. എനിക്ക് ജഗൻ അച്ഛനെ വേണം, അരുൺ ഷാഠ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും നീലിമയുടെ ഹൃദയം വീണ്ടും വേദനിച്ചു. പക്ഷെ അവൾ തൻ്റെ മനസ്സിലെ ആ വേദന പുറത്ത് കാണിച്ചതേയില്ല. അരുൺ, ഞാൻ പറഞ്ഞത് കേൾക്കണം നീ. ഇല്ല, കുഞ്ഞു വാശിയോടെ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ജഗനെ കണ്ടതും അരുൺ വീണ്ടും അവൻ്റെ അടുത്തേക്ക് കൂടി. അവൻ്റെ കവൾ ഉമ്മ വെച്ച് കൊഞ്ചിച്ചു. പിന്നെ നീലിമയെ രൂക്ഷമായി നോക്കി. അരുൺ, കാറിൽ നീ ചോദിച്ച കളിപ്പാട്ടം ഇരിപ്പുണ്ട്, അത് പോയി എടുത്തോ. ഞാൻ അമ്മയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ജഗൻ പറഞ്ഞതും സന്തോഷത്തോടെ തുള്ളിച്ചാടി അരുൺ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടി. കുഞ്ഞ് കൺവട്ടത്തെന്ന് മറിഞ്ഞതും ജഗൻ നീലിമയെ നേരെ തിരിഞ്ഞു. നിനക്കെന്താ പ്രശ്നം നീലിമ? അവൻ്റെ ശബ്ദത്തിൽ അടക്കി വെച്ച ദേഷ്യമുണ്ടായിരുന്നു. അരുൺ എന്നെ അച്ഛ എന്ന് വിളിക്കുന്ന എന്താണ് തെറ്റ്? തെറ്റാണ്. നീലിമ മുഖം തിരിച്ചു. കാണുന്നവർ തെറ്റായി സംസാരിക്കും, കാണുന്നവർ പലതും പറയും. അതെല്ലാം നീ കാര്യമാക്കേണ്ടെങ്കിൽ ഇപ്പോൾ നീ ഇവിടെ നിൽക്കില്ലായിരുന്നു. പിന്നെ പതിയെ പരിഹാസച്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. ഇങ്ങോട്ട് നോക്ക് നീലിമ നീ. അവൻ്റെ ശബ്ദം ഇത്തവണ ശാന്തമായിരുന്നു. പക്ഷെ ആ ശാന്തതയിൽ വലിയൊരു മുന്നറിയിപ്പ് തന്നെയുണ്ട്. കുട്ടികൾ രണ്ടും നമുക്കുള്ളവർ തന്നെയാണ്. നീലിമയുടെ മിഴികൾ അവൻ്റെ മുഖത്തേക്ക് ഉയർന്നു. എനിക്ക് ദേയും അരുണും ഒരുപോലെ തന്നെ, അതിലൊരു മാറ്റവുമില്ല. അവൻ ഓരോ വാക്കും വ്യക്തമായി പറഞ്ഞു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബന്ധം നമുക്ക് സത്യമാക്കാം. നീലിമയുടെ ഹൃദയമൊന്ന് പിടഞ്ഞു അത് കേട്ടപ്പോൾ. അല്ലെങ്കിൽ ജഗൻ അവളെ നോക്കി. അവസാനം വരെ ഈ ബന്ധം ഇങ്ങനെ തന്നെ തുടരാം. അവളൊന്നും മിണ്ടിയില്ല. എന്നെക്കൊണ്ട് നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നീ നിന്റെ ജീവിതം നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. ഒരു നിമിഷം നിശബ്ദതയ്ക്ക് ശേഷം പക്ഷേ ജഗന്റെ മുഖഭാവം മാറി. അരുണിനെ എന്നിൽ നിന്ന് വേർപെടുത്താൻ നീ ശ്രമിച്ചാൽ അവൻ പല്ലെറുമ്പി. അപ്പോൾ ഞാൻ ഈ ജഗൻ ആയിരിക്കില്ല നീലിമ. നീലിമയുടെ കണ്ണുകളിൽ ഒരു തരം ഭയം തെളിഞ്ഞു. മനസ്സിലായോ നിനക്ക്? മറുപടിക്കായി കാത്തു നിൽക്കാതെ ജഗൻ തിരിഞ്ഞു നടന്നു. വാതിൽ കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കൽ പോലും അവൻ പിന്നോട്ട് നോക്കിയതേയില്ല. അന്നു മുതൽ ജഗൻ വീട്ടിലേക്ക് വരുന്നത് നിർത്തി. പക്ഷേ അരുണുമായുള്ള ബന്ധം അവൻ അവസാനിപ്പിച്ചിരുന്നില്ല. ഒരു ദിവസം പോലും മുടങ്ങാതവൻ ഫോണിൽ അരുണിനോട് സംസാരിക്കും. സ്കൂളിൽ നടന്ന ഓരോ ചെറിയ ചെറിയ കാര്യവും അരുൺ ജഗനോട് പറയുമായിരുന്നു. അച്ഛ, ഇന്ന് ടീച്ചർ എന്നെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ചു. അച്ഛ, ഇന്ന് എനിക്ക് സ്റ്റാർ കിട്ടി. അച്ഛ, ഇന്ന് ഞാൻ കൂട്ടുകാരനുമായി വഴക്കിട്ടു. അവൻ്റെ ഓരോ വിശേഷങ്ങളും ജഗൻ ക്ഷമയോടെ കേൾക്കും. അവരുടെ സംഭാഷണം കേൾക്കുമ്പോഴെല്ലാം നീലിമയുടെ മനസ്സിൽ എന്തോ ഒരു കുത്തി നോവുമായിരുന്നു. അവൾ അത്ര അകറ്റാൻ ശ്രമിച്ചാലും അരുണിൻ്റെ മനസ്സിൽ നിന്ന് ജഗനെ അകറ്റാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ജഗനും കുട്ടികളും എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ജഗൻ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നത് പോലെ തോന്നി. അരുണിൻ്റെ മുഖത്ത് വലിയൊരു സന്തോഷവുമുണ്ട്. കുഞ്ഞ് എന്തൊക്കെയോ ആവശ്യത്തോടെ അവനോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ നീലിമ ജഗനെ നോക്കി. പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റൊരു വശത്തേക്ക് മുഖം തിരിച്ചു. നീലിമ ചുണ്ട് ചുളുക്കിക്കൊണ്ട് ദിയയെ നോക്കി. ദിയക്കുട്ടി, അവൾ സ്നേഹത്തോടെ വിളിച്ചു. നമ്മൾ എവിടെയാ പോകുന്നത് എന്ന് മമ്മിയോട് പറയൂ. അതനുസരിച്ച് ഞാൻ തയ്യാറായി വരാം. ദിയ പുഞ്ചിരിച്ചു. അതൊന്നും ആവശ്യമില്ല മമ്മി. അവൾ കയ്യിലുണ്ടായിരുന്നൊരു കവർ നീലിമയ്ക്ക് നീട്ടി. ഇതാ, ഇതിൽ നിങ്ങൾ ഇടേണ്ട വസ്ത്രമുണ്ട്, അരുണുമുണ്ട്. നീലിമ സംശയത്തോടെ ആ കവർ വാങ്ങി നോക്കി. രണ്ടുപേരും വേഗം തയ്യാറായി വരൂ, ദിയ തിടുക്കപ്പെട്ട് പറഞ്ഞു. നീലിമ പതിയെ ആ കവറിലേക്ക് നോക്കി. അതിന് തനിക്കായി തിരഞ്ഞെടുത്ത വസ്ത്രം കണ്ടതും അവളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എന്നെക്കുറിച്ച് പോലും തീരുമാനിച്ചിട്ടാണോ ഇവരൊക്കെ യാത്ര പ്ലാൻ ചെയ്തത്? അവൾ മനസ്സിൽ ചോദിച്ചു. പുറത്തരുൺ ആവേശത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. അമ്മേ, വേഗം വരൂ, നമ്മൾ പോകുന്ന സ്ഥലം അടിപൊളിയാണെന്നാ അച്ഛൻ ഇപ്പോൾ പറഞ്ഞത്. അച്ഛൻ എന്ന വാക്ക് വീണ്ടും ചെവിയിൽ പതിഞ്ഞതും നീലിമ മുഖം മങ്ങി. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. എന്തിനാ ജഗൻ ഈ യാത്ര കൂട്ടുന്നത്?
എന്താണ് അയാളുടെ ഉദ്ദേശം? അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവളുടെ മനസ്സിൽ ഏതോ കോണിൽ ഒരു ഭയം പതിയെ വളരാൻ തുടങ്ങി. കാരണം ജഗൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ അവൾക്കിപ്പോഴും വ്യക്തമായി ഓർമ്മയുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബന്ധം നമുക്ക് സത്യമാക്കാം. ആ വാക്കുകൾ ഓർത്തതും അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചുപോയി. കവറിലെ വസ്ത്രങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീലിമ പതിയെ എഴുന്നേറ്റു. അവൾക്കറിയില്ലായിരുന്നു ഈ സാരി ഇത് എങ്ങനെ ഇവിടെ, അതും ഇവൻ്റെ അടുത്ത്. മനസ്സിലോർത്തവൾ സംശയത്തോടെ ജഗനെ നോക്കി. അവൾ മീച്ചു നോക്കവേ അവൻ ചുണ്ടിനുള്ളിൽ ചിരിച്ചു. അന്ന് ഓർഡർ ചെയ്തത് ഇവൻ തന്നെയാ. അതാണല്ലോ ഈ കവറിൽ ഞാൻ തയ്ച്ച എൻ്റെ സാരി തന്നെ. സിത്തു, നീ നല്ലവനാ. നിന്നെ വിശ്വസിച്ചില്ല ഞാൻ നിൻ്റെ കൂടെ നടന്നതുപോലും. നീ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അവൻ്റെ ചിരിയാണ് മറുപടി കേട്ടത്. ഞാൻ നല്ലവൻ തന്നെയാ ബേബി. എന്നാൽ നിനക്ക് മാത്രം കുറച്ചധികം വില്ലനാണ് ഞാൻ.